Hello everyone, I am Dr. Rajula Sharif from Prosmile Dental Clinic, Kannur. ഇത് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ജിംല ടെന്നി, ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഹലോ ഡോക്ടർ. ഹലോ. ഇന്ന് നമുക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മൗത്ത് അൾസേഴ്സും ക്യാൻസറസ് ആണോ, അതോ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്? എല്ലാ വായ്പുണ്ണുകളും മൗത്ത് അൾസേഴ്സും ക്യാൻസർ അല്ല. മിക്കവാറും തനിയെ തന്നെ ഉണങ്ങിപ്പോകുന്നതായിരിക്കും. കാരണം വായ്പുണ്ണ് വരാത്തവരായി നമ്മൾ ആരും ഉണ്ടാവില്ല. മിക്കവാറും 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഉണങ്ങിപ്പോകുന്നതായിരിക്കും. പക്ഷേ ചിലത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നവയാവാം. ഉദാഹരണമായി ലൈക്കൻ പ്ലാനസ്, പെംഫിഗസ് മുതലായവ. അപ്പോൾ അതൊക്കെ വേദനയുള്ളവയായിരിക്കും. പക്ഷേ വേദനയില്ലാത്ത 2 ആഴ്ചയിൽ കൂടുതൽ 3 ആഴ്ചയോളമായിട്ടും ഉണങ്ങാതെ നിൽക്കുന്ന പല്ലിൽ കൂർത്ത അല്ലെങ്കിൽ മുനയുള്ള പല്ലുകളുടെ അടുത്തായി കാണപ്പെടുന്ന അൾസേഴ്സ്, വായ്പുണ്ണുകൾ, അവ അപകടകാരികളാണ് തീർച്ചയായും. അതുകൊണ്ട് 3 ആഴ്ചയിൽ കൂടുതലായി നിലനിൽക്കുന്ന വേദനയില്ലാത്ത വായ്പുണ്ണുകൾ വായിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവ തൊടുമ്പോൾ രക്തം വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ വളരെ എമർജൻസി ആയിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. ഓറൽ ഫിസിഷ്യനെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ്. ഡോക്ടർ, ഡയബറ്റിക് പേഷ്യൻസിൽ കോമൺ ആയിട്ട് കാണുന്ന ഡെൻ്റൽ പ്രോബ്ലംസ് അതെന്തൊക്കെയാണ്? ഡയബറ്റീസിൻ്റെ ഒരു പ്രധാന കോംപ്ലിക്കേഷനായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് മോണരോഗങ്ങൾ. അതുകൊണ്ട് തീർച്ചയായും ഡയബറ്റീസ് ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മോണരോഗങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമ്മൾ മോണരോഗത്തിൻ്റെ ഒരു തീവ്രത കണ്ടിട്ടാണ് ഡയബറ്റീസ് ഉണ്ടോ എന്ന് പോലും സസ്പെക്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രമേഹ രോഗികൾക്ക് പെട്ടെന്ന് മോണരോഗം വ്യാപിക്കുകയും പല്ലിന് ഇളക്കം തട്ടുകയും ഇടയ്ക്കിടയ്ക്ക് മോണയിൽ പഴുപ്പുണ്ടാവുക, രക്തം ബ്രഷ് ചെയ്യുമ്പോഴും മറ്റും അനിയന്ത്രിതമായി രക്തം വരിക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രമേഹ രോഗികൾക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം. കൂടാതെ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ സ്മോക്കിങ്ങോ മറ്റ് ശീലങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പതിന്മടങ്ങ് എഫക്റ്റ് വരും. ഇത് കൂടാതെ തന്നെ മോണരോഗം അല്ലാതെ തന്നെ വായ ഡ്രൈ ആവുക, അത് പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ടും വരാം. അതല്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും ഇതുപോലെ വായ ഡ്രൈ ആവാം. അതുകൊണ്ട് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രമേഹ രോഗികൾ കാണാം. പിന്നെ പ്രധാനമായി കാണുന്ന ഒന്നാണ് ബേണിംഗ് മൗത്ത്, അതാ വായിലെരിച്ചിൽ. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാത്ത സമയത്തും പ്രമേഹ രോഗികളിൽ വായ എരിച്ചിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർ ടേസ്റ്റ്, രുചി വ്യത്യാസം, രുചി അറിയുന്നില്ല, വായിലൊരു കറ പോലെ, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രമേഹ രോഗികൾ പ്രത്യേകിച്ചും പറയാറുണ്ട്. പിന്നെ പ്രമേഹത്തിൽ സാധാരണയായി കാണുന്ന മുറിവുകൾ ഉണങ്ങാനായുള്ള കാലതാമസം, അത് വായിലെ മുറിവുകൾക്കും ബാധകമാണ്. പിന്നെ ചില അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ ചില വായിലെ തൊലിപ്പുറത്തും വരുന്ന ഒരു അസുഖമാണ്, അത് വായിലും വരും. ഇവയുടെ തീവ്രതയും പ്രമേഹ രോഗികളിൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് എത്ര ഇടവേള കൂടുമ്പോൾ ഒരു ഡെൻ്റൽ കൺസൾട്ടേഷൻ ചെയ്യണം? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസിനെയാണ്. അതുകൊണ്ട് തന്നെ വായിലും ഇൻഫെക്ഷന് ചാൻസ് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് കേടായ പല്ലുകളാവാം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ് ആവാം, മുഴുവനായി പുറത്ത് വരാത്ത പല്ലുകളോ മോണരോഗങ്ങളാവാം, എന്ത് തന്നെയാണെങ്കിലും കോസ് ഓഫ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യണം, അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ് ആവശ്യമാണ്. ഇങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, അത് മാറ്റാൻ. വേറൊരു കാര്യം പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ പറ്റി ചികിത്സിക്കുന്ന ഡോക്ടർക്ക് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ, നമ്മുടെ മരുന്നിൻ്റെ ലിസ്റ്റ് കൊണ്ടുവേണം ഡോക്ടറെ കാണിക്കുമ്പോൾ പോകാൻ. അല്ലാത്ത പക്ഷം ഡോക്ടർക്ക് അറിയുന്നുണ്ടാവില്ല എന്ത് മരുന്നാണ് കഴിക്കുന്നത്, എന്തിനൊക്കെയാണ് മരുന്നുകളുള്ളത്. മാത്രമല്ല, ഇനി മരുന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം അടുത്തിടെയായിട്ട് മരുന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡോക്ടറോട് പറയണം. സ്ഥിരമായി കാണിക്കുന്ന ഓറൽ ഫിസിഷ്യൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്ന മരുന്നുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും ഇല്ല, പല്ല് കാണിക്കാൻ പോകുമ്പം ബാക്കി മരുന്നിൻ്റെ ലിസ്റ്റ് എന്തിനാണ് ഒന്നും എടുക്കാറില്ല. ശരിയാണ്. വായിലെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹത്തെ ബാധിക്കുമോ? നമ്മൾക്കറിയാം, പ്രമേഹ രോഗികളിൽ മോണരോഗം വളരെ പ്രധാനമായിട്ടും കാണുന്നൊരു കോംപ്ലിക്കേഷനാണ്. പക്ഷെ തിരിച്ച് അതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് പ്രമേഹം അനിയന്ത്രിതമായി തുടർന്നാലാണ് നമ്മൾ മോണരോഗം ഉണ്ടാകും എന്ന് പറയുന്നത്. തിരിച്ച് മോണരോഗങ്ങളും ചികിത്സിക്കാതെ അനിയന്ത്രിതമായി തുടരുകയാണെങ്കിൽ അത് പ്രമേഹം പോലെയുള്ള അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന്
പുതിയ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വായയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നാം പറയും, വായയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു മിററാണ്, ഒരു പ്രതിഫലനമാണെന്ന് പറയും. അത് വളരെ വാസ്തവമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻ കൂടെ മോണരോഗം കൂടുതലായാൽ മറ്റ് അസുഖങ്ങളിലേക്ക് കാരണമാകും എന്നുള്ള തെളിവുകൾ കൂടെ, ശാസ്ത്രീയമായ തെളിവുകളും കൂടെ നിലവിലുണ്ട്. സ്റ്റഡീസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിനായിട്ട് ഡോക്ടർക്ക് ഒരു സ്പെഷ്യൽ അഡ്വൈസ്, മെയിൻലി ഡയബറ്റിക് പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഓറൽ കെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിൽ. ദിവസം 2 നേരം പല്ല് തേക്കുക, അതും പല്ലിൻ്റെ എല്ലാ ഭാഗത്തും ബ്രഷ് സ്പർശിക്കുന്ന രീതിയിൽ വേണം പല്ല് തേക്കാൻ. പിന്നെ ഫ്ലോസിങ് എന്ന് പറയുന്ന ഒരു ക്ലീനിങ് മെത്തേഡ് പലർക്കും ഉണ്ടാവില്ല. അതായത് മൃദുവായ നൂല് കടത്തി പല്ലുകളുടെ ഇടയിലുള്ള ക്ലീൻ ചെയ്യുന്ന ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലീനിങ് മെത്തേഡാണ്. തുടക്കത്തിൽ ശീലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ശീലമാക്കിയാൽ വളരെ എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ചും മോണരോഗമൊക്കെ ഉള്ളവരിൽ. പിന്നെ ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പം ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൗത്ത് വാഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം പ്രമേഹ രോഗികൾ പ്രത്യേകിച്ചും ഒരു ഡ്രൈ മൗത്ത് ഉണ്ടാകും. അപ്പം മൗത്ത് വാഷ് ചിലപ്പോൾ അത് വർദ്ധിച്ചേക്കാം. അപ്പം സ്ഥിരം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. 2 ആഴ്ചയിൽ കൂടുതൽ സ്ഥിരമായിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കരുത്. മാത്രമല്ല, ബാക്കി പല്ലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കലെന്ന് പറയുമെങ്കിൽ അതിന് മുന്നേ തന്നെ കാണിക്കുക. ആരോഗ്യമുള്ള ഒരു വായുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും പ്രദാനം ചെയ്യും. ആത്മവിശ്വാസത്തോടൊപ്പം ആരോഗ്യത്തോടുകൂടി ഇരിക്കാനും ഇത് നമ്മളെ സഹായിക്കും. നന്ദി. താങ്ക് യു.